പ്രിയരെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവന്ന കോണം കർത്താവിൻ്റെ ഒരു സാവകാശം ഒരുക്കി തന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം സ്നാനം എന്തിന്, ആരോട് ചേരുവാൻ. സ്നാനം എന്തിന്, ആരോട് ചേരുവാൻ ആണ് സ്നാനം. ക്രിസ്തീയ വിശ്വാസത്തിൽ സ്നാനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ആവശ്യം തന്നെയാണ്. ചില ആളുകൾ പറയാറുണ്ട് സ്നാനം എന്തിനാണ്, വിശ്വസിച്ചാൽ പോരെ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്നാനം അത്യാവശ്യമാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം എന്തിനാണ്, ആരോട് ചേരുവാനാണ് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നമുക്ക് ഗലാത്യലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട 27-28 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പോൾ എന്തിനാ സ്നാനം? ക്രിസ്തുവിനോട് ചേരുവാൻ. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം ഏൽക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്ക് കഴിയുമ്പോൾ പിന്നെ ക്രിസ്തുവിനെ ധരിക്കണമെന്നാണ് കാണുന്നത്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. ഒരു മാറ്റം വരണം. അവന് പഴയ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്ന് അവൻ ക്രിസ്തുവിനെ ധരിക്കുന്നവനായിരിക്കണം. അവൻ കാണുമ്പോൾ അവൻ ആ ക്രിസ്തുവിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും അവനുണ്ടായിരിക്കണം. ക്രിസ്തു കാണിച്ചെന്ന മാതൃക ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കുന്നുള്ളൂ. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. അതിനകത്ത് ഒരു ജാതി, ഏത് ജാതിന്നോ, ഏത് മതത്തിന്നോ, ഏത് വർഗത്തിന്നോ, എവിടെ നിന്ന് വന്നാണെന്ന് വന്നാലും ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും പിന്നെ ഒന്നാണ് എന്നാണ് അതിനും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നായി തീരുവാണ്. പിന്നെ ഇവിടെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഒന്നായി തീർന്ന ഒരു അവസ്ഥയാണ് ക്രിസ്തുയേശുവിലായി തീരുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ മാറ്റങ്ങളുണ്ടാവും. നമുക്ക് ഒരു വാക്യോടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-30. 11-ാം അധ്യായത്തിൻ്റെ 29-30 കർത്താവ് ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം എന്താ? സൗമ്യതയും താഴ്മയും. അപ്പോൾ അവൻ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ അവനുണ്ടാവും. എങ്ങനെയായിത്തീരണം? സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനും ആയിത്തീരണം. അപ്പൊ സൗമ്യതയുള്ളവനും താഴ്മയും ഉള്ളവനായി തീരുമ്പോൾ അതൊക്കെ എന്ത് വേണം? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കാരണം അവിടെ പ്രശ്നങ്ങളൊക്കെ മാറും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം, എല്ലാവരും ക്ഷമിക്കാൻ സാധിക്കും, സഹിക്കാൻ സാധിക്കും, എല്ലാ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും, എല്ലാവരെയും ദൈവത്തെ പ്രമാണം അംഗീകരിച്ച് ദൈവത്തെ എല്ലാത്തിലേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ, രണ്ടാമത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആരോടും വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിത്തീരുന്നു. അപ്പം ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. സ്നാനം ഏറ്റവും
അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനപ്പെടുക തന്നെ വേണം. അവൻ്റെ മണവാട്ടിയായി തീരണമെങ്കിൽ മണവാളനെ അംഗീകരിക്കുകയും മണവാളൻ്റെ നാമം സ്വീകരിക്കുകയും ചെയ്യണം. അവൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ സ്നാനപ്പെട്ടാലും ക്രിസ്തുവിനോട് ചേരുവാൻ സാധ്യമല്ല. അവൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെട്ട് അവനോട് ചേർന്നാൽ അവൻ്റെ സ്വഭാവം അവനെ പോലെ അവൻ സ്നാനപ്പെട്ട ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെയായി തീരുവാൻ ഇടയായിത്തീരും. കർത്താവ് കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.